അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അപാരമായ അനുഗ്രഹമാണ് തന്നിട്ടുള്ളത്. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിക്കുവാനുള്ള ആ ഒരു അവസരം അള്ളാഹു നമുക്ക് തരുകയും അതിനുവേണ്ടി നാം സമയം കണ്ടെത്തി അതിനുവേണ്ടി നാം നമ്മുടെ സമയത്തെ മാറ്റി വെക്കുകയും ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാ അൽഫ മറ. ഇന്നലെ നാം പറഞ്ഞു വച്ചിരുന്നത് സൂറത്തുൽ വഹയെ കുറിച്ചായിരുന്നു. സൂറത്തുൽ വഹ നമ്മൾ ഇന്നലെ അതിന്റെ ഒരു ചെറിയ വിശദീകരണത്തോടുകൂടെ സൂറത്തുൽ വഹ നമ്മൾ അവസാനിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് സൂറത്തുൽ ശറഹ്. സൂറത്തുൽ വഹ കഴിഞ്ഞ് അതിന്റെ ഉടനെയുള്ള സൂറത്താണ്, അതിന്റെ ശേഷമുള്ള സൂറത്താണ് സൂറത്തുൽ ശറഹ്. ആ സൂറത്തുൽ ശറഹിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ഈ സൂറത്തുൽ ശറഹ് സൂറത്തുൽ ഇൻശിറാഹ് എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. സൂറത്തുൽ ഇൻശിറാഹ് എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത സൂറത്താണ് ഈ സൂറത്തുൽ ശറഹ് എന്ന് പറയുന്നത്. 8 ആയത്തുകളാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ളത്. നാം മുമ്പ് വിശദീകരിച്ച സൂറത്തുൽ വഹ, ആ സൂറത്തുൽ വഹ അതുമായി ബന്ധപ്പെട്ട അതിനോട് സമാനമായ വിഷയങ്ങൾ തന്നെയാണ് ഈ സൂറത്തു ശറഹിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും ഇത് സൂറത്തുൽ വഹ തന്നെയാണോ എന്ന് പോലും സംശയിച്ചു പോകുമാർ ആണ് ഇതിന്റെ ആ ഒരു ഘടനയുള്ളത്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ആശയങ്ങൾ പഠിക്കുകയും ചെയ്ത് നമ്മുടെ നിസ്കാരങ്ങൾ 5 നേരം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആശയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ഒരു ആത്മാർത്ഥതയും നിസ്കാരത്തിൽ ഒരു ഖുശൂഉം ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഇതിന്റെ ആശയങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ചെറിയ ചെറിയ സൂറത്തുകളുടെ ആശയങ്ങളെങ്കിലും അതിന്റെ അർത്ഥമെങ്കിലും നാം പഠിക്കാൻ നാം സമയം കണ്ടെത്തൽ നമ്മുടെ മേൽ അനിവാര്യമാണ് എന്ന് നാം വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നമുക്ക് സൂറത്തുൽ ശറഹ് ഒന്ന് പാരായണം നടത്താം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. الله أكبر. ഇനി നാം ഈ സൂറത്തുൽ ശറഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ നമ്മളോട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത് എന്നതാണ് നാം പരിശോധിക്കാൻ പോകുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നോക്കൂ നിങ്ങൾ, അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ്, നാം വിശാലമാക്കി തന്നില്ലയോ, ലക, അങ്ങേക്ക്. അങ്ങേക്കെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ, അങ്ങേക്ക് ഞാൻ വിശാലമാക്കി തന്നില്ലയോ സ്വദറക, അങ്ങയുടെ ഹൃദയത്തെ. അപ്പോൾ ഹൃദയ വിശാലത ഉണ്ടായി കിട്ടുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയ വിശാലത എന്നുള്ളത്, ഹൃദയത്തെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയപ്പെട്ടിട്ടുള്ളത്? ഹൃദയത്തെ എങ്ങനെയാണ് വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. മുത്തറസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മക്കയിലുള്ള അവിടെയുള്ള ആളുകളെ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് വിശാലതയുണ്ടാവുക, ആളുകളോട് നല്ല പെരുമാറ്റം നടത്തുക എന്നുള്ളതും അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നബിയെ, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബിന്നുബുവ്വതി വഗൈരിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകരെ തെരഞ്ഞെടുത്തു. മാത്രവുമല്ല, ഹൃദയത്തിന് വിശാലതയുണ്ടാവുക എന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് എല്ലാം ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത്. നാം നമ്മുടെയൊക്കെ അവസ്ഥ പലപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. പല ഭാഗത്തു നിന്നും നമുക്കെതിരെ കുത്തുവാക്കുകളും കുത്തിനോവിക്കലുകളും ഇങ്ങനെ പല രീതിയിലുള്ളതായ ഇകഴ്ത്തലുകളും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറുള്ളത്? നാം കൃത്യമായ രീതിയിൽ ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളോട് ഇങ്ങോട്ട് എത്രത്തോളം ഗൗരവത്തിലാണോ, എത്രത്തോളം മോശമായ രീതിയിലാണോ ഇങ്ങോട്ട് സംസാരിക്കുന്നത് എങ്കിൽ പലപ്പോഴും നമ്മൾ അതിനേക്കാൾ മോശമായ രീതിയിലായിരിക്കാം പലപ്പോഴും നമ്മൾ അങ്ങോട്ടും പ്രതികരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, നബിയെ, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയിരിക്കുന്നു, ഞാൻ വിശാലത തന്നില്ലയോ? എന്താണ് ആ വിശാലത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ തന്റെ സ്വന്തം സമുദായത്തിൽ നിന്നും അല്ലാഹുവിന്റെ ഹബീബ് നേരിട്ട ആ പ്രയാസങ്ങളും ആ പീഡനങ്ങളും ആ വൈതരണികളും ആ വൈഷമ്യങ്ങളും ആ ആദികളും ഇതെല്ലാം ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടപ്പോഴും അതൊക്കെ പുഞ്ചിരിയോടുകൂടെ മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് തന്നെയാണ് ഹൃദയത്തിന്റെ വിശാലത എന്ന് പറയുന്നത്. തന്റെ സമൂഹം ഏതൊക്കെ രീതിയിൽ തന്നോട് പ്രതികരിച്ചപ്പോഴും അവരോട് കൃത്യമായ രീതിയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിയോടുകൂടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം വളർന്ന് പന്തലിക്കുകയും മക്കയിലുള്ളതായ ആളുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനം ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായത് അതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം എന്റെ പ്രിയമുള്ളവരെ, എന്താണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഖിബ്തിയെ കൊലപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഫിർഔനിന്റെ സൈന്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടെ നിന്ന് പിടികൂടാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം വീണ്ടും തന്റെ സ്വദേശത്തേക്ക് തന്നെ മടങ്ങി വരുന്നതായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോവണം, ഫിർഔനിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങിപ്പോവുകയും ആ ഫിർഔനിനോടും അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിന്റെ ഏകദൈവ വിശ്വാസത്തിലേക്ക് മടങ്ങണമെന്ന് പറയണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. ആ സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബിശ്റഹ് ലീ സ്വദ്രീ, അള്ളാഹുവേ എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ അള്ളാ എന്നതാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ദുആ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ദുആ ചെയ്തിട്ടുള്ളത് സ്വന്തം ഹൃദയത്തിന് വിശാലത നീ കൊണ്ട് അള്ളാ എന്നാ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 950 വർഷക്കാലം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മഹാനവറുകൾ പ്രബോധനം ചെയ്തിട്ടുണ്ട്. വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കൂടിയത്, വിശ്വാസികളായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകി എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ കുത്തുവാക്കുകളും ഏതൊക്കെ കുത്തിനോവിക്കലുകളും ആര് നടത്തിയാലും അതൊക്കെ പുഞ്ചിരിയോട് കൂടെ സ്വീകരിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നതാണ് ഈ വിശാലത കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങൾക്കൊക്കെ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശാലത നൽകിയത് കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ, മക്ക എന്ന് പറയുന്ന സ്വന്തം നാട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കിയപ്പോൾ അവരെല്ലാം വിട്ടേച്ചുകൊണ്ട് പലായനം ചെയ്ത് മദീനയിലെത്തി. അവിടെ അവർ അവരുടെ ജീവിതം ആരംഭിച്ചപ്പോഴും മദീനയിൽ പോലും അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മക്ക മുശ്രിക്കീങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അഴിച്ചുവിട്ടപ്പോഴും അവസാനം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്ന് മക്ക എന്ന് പറയുന്ന ആ നാടിനെ കീഴടക്കുകയും ആ നാടിന്റെ പ്രസിഡന്റായി, അതിന്റെ ഭരണാധികാരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറിയ ഒരു അവസരമുണ്ടായി. മക്ക ഫതഹ് മക്ക. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തിയ, അവിടുത്തെ സ്വഹാബത്തിനെ ഇത്രമേൽ ആക്രമിച്ച ശത്രുക്കളാണ് അവിടെ ഉണ്ടായിരുന്നത് പല ആളുകളും. എന്തുകൊണ്ട്? ലോകത്തിന്റെ തിരുനായകർക്ക് അവരെ വാളുകൊണ്ട് തലചേദിക്കാമായിരുന്നില്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്തില്ല? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നബിയേ അലം നശ്റഹ് ലക സദ്റക, അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകില്ലയോ നബിയെ? അപ്പോൾ എല്ലാം ഉൾക്കൊള്ളുവാനും ഒഴിവാക്കേണ്ടതിന് ഏതൊക്കെ വിഷയങ്ങൾ അവർ ഏതൊക്കെ രീതിയിൽ അവർ അപഹാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ അതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, പെട്ടെന്ന് കോപത്തിന്റെ വഴി സ്വീകരിക്കാതെ അതിനെ പുഞ്ചിരിയോടെ സമീപിച്ച് കൃത്യമായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്ന ആ ഒരു രീതിയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ത്വായിഫിന്റെ വീഥികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമേൽ പ്രയാസം അനുഭവിച്ചു.
ആ സമയത്തും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ച ഘട്ടത്തിൽ പോലും അവർ ഒരു പക്ഷേ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളായിട്ട് വരാൻ സാധ്യതയുണ്ട് ജിബ്രീലെ, അതുകൊണ്ട് എന്റെ ഈ കാൽപാദങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ തടം തല്ലിയാട്ടൊഴുകുന്ന ഈ രക്തത്തുള്ളികൾ അത് എനിക്ക് വിഷയമല്ല, ഈ വേദനകൾ എനിക്ക് വിഷയമല്ല എന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് വിശാലത നൽകി. അലം നശ്റഹ് ലക സദ്റക. ആ ഒരു വിശാലത അത്രയങ്ങില്ലെങ്കിലും അതിന്റെ ഒരു ലാഞ്ചനയെങ്കിലും എന്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാവുമ്പോ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നമ്മളാകെ ശുഭിതനാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല. അതിനെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് എത്രത്തോളം നമ്മെ പ്രയാസപ്പെടുത്തിയോ എന്നാൽ തിരിച്ചങ്ങോട്ട് അതിനേക്കാൾ കൂടുതൽ പ്രയാസപ്പെടുത്തണം എന്ന ഒരു ചിന്താഗതിയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. പിന്നെയോ അവർക്കൊക്കെ പുറത്തു കൊടുക്കുവാനുള്ള, അവരങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ നമ്മളും അങ്ങനെ അവരെ പോലെ ആ ഒരു രീതിയിലേക്ക്, സ്വഭാവത്തിലേക്ക് മാറുക എന്നതിലുപരി അവർക്ക്, അത്തരക്കാരായ ആളുകൾക്ക് പുറത്തു കൊടുക്കുവാനും ഉള്ള ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് നാം മാറേണ്ടതുണ്ട് എന്നതാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക, നബിയെ അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ യാ റസൂലല്ലാഹ്. ഇനി രണ്ടാമത്തെ ആയത്ത് നമുക്ക് പരിശോധിക്കാം. വവളഅനാ അൻക വിസ്റക. അല്ലാഹു പറയുന്നു, നിങ്ങൾ വവളഅനാ, നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലയോ നബിയെ, അൻക വിസ്റക, അൻക വിസ്റക, അങ്ങയെ തൊട്ട് അങ്ങയുടെ ഭാരങ്ങളെ നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലയോ നബിയെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമന്നിരുന്ന ഭാരം എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നത്, അല്ലദീ അൻഖള ളഹ്റക. എങ്ങനെയുള്ള ഭാരങ്ങളായിരുന്നു? അൻഖള ളഹ്റക, അത് അങ്ങയുടെ മുതുകിനെ അത് ഒടിച്ചു കളഞ്ഞിരുന്നു. അങ്ങേക്ക് താങ്ങാൻ കഴിയാവുന്നതിന്റെയും അപ്പുറമായ ഭാരങ്ങളായിരുന്നു അങ്ങയുടെ മുതുകിലുണ്ടായിരുന്നത്. ആ ഭാരങ്ങളെയെല്ലാം അങ്ങേക്ക് ഞാൻ ഇറക്കി വെച്ച് തന്നില്ലയോ നബിയെ യാ റസൂലല്ലാഹ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമേൽ വലിയ ഭാരം വഹിച്ചിരുന്നത് എന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമുക്ക് കാണാം, അസ്ഖാലൻ നുബുവ, നുബുവത്തിന്റെ ഭാരമായിരുന്നു എന്നതാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അസ്ഖാലൻ നുബുവ, നുബുവത്തിന്റെ ഭാരം. എന്താണ് ഈ നുബുവത്തിന്റെ ഭാരം എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടു. ഇത് വലിയൊരു ഭാരമാണ്. കാരണം ആ ഒരു സമുദായത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ വക്താക്കളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അക്രമങ്ങൾ നേരിടേണ്ടി വരും. അവരുടെ ഒരുപാട് കുത്തുവാക്കുകളും അവരുടെ ഓരോ അപവാദങ്ങൾക്കും വിധേയനാകേണ്ടി വരും. ഇങ്ങനെ ഇതെല്ലാം സഹിച്ചുകൊണ്ട് മുന്നേറിയാൽ മാത്രമേ അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പലപ്പോഴും അവിടുന്ന് പറയുമായിരുന്നു, അല്ല അഖൂമ ബിഹഖി ദഅവതി, ഈ ദഅവത്തിനെ ഞാൻ എങ്ങനെയാണ് ഇതിനെ നിലനിർത്തി പോവുക, എങ്ങനെയാണ് ഞാൻ ഇതിനെ കൃത്യമായ രീതിയിൽ ഇതിനെ നിലനിർത്തി പോവുക, ആളുകളിലേക്ക് ഇത് ഞാൻ എങ്ങനെ എത്തിച്ചു കൊടുക്കും, അവരെ യഥാർത്ഥ മാർഗത്തിന്റെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവന്ന് അവരെ നല്ല മനുഷ്യരാക്കി മാറ്റും എന്നത് ഇത് ആലോചിച്ചുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും അവിടുന്ന് പറയുമായിരുന്നു, എങ്ങനെ ഞാനിത് നേരായ രീതിയിൽ കൊണ്ട് നടക്കും, ഈ ദഅവത്തിനെ എത്തിച്ചു കൊടുക്കും, അല്ല അഖൂമ ബിഹഖി ദഅവ, ഇങ്ങനെ പറയുമായിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പേടിയും ഭയവുമായിരുന്നു ഇത് കൃത്യമായ രീതിയിൽ എങ്ങനെ എത്തിച്ചു കൊടുക്കും എന്ന വിഷയത്തിൽ. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്ത് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയൊരു ഭാരം, നുബുവത്ത് എന്ന് പറയുന്ന ഈ വലിയൊരു ഭാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുത്തു. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുത്തത്? നേരത്തെ നാം മുമ്പ് പറഞ്ഞ ആയത്ത് അലം നശ്റഹ് ലക സദ്റക്, നബിയെ അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നു. ഹൃദയത്തെ വിശാലമാക്കി കൊടുത്തപ്പോൾ അവിടെയുള്ളതായ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ, അവർ പോലും, ക്രൈസ്തവർ പോലും, ജൂതന്മാർ പോലും, അവരിൽ നിന്നുള്ള വലിയ പണ്ഡിതന്മാർ പോലും ആ മുത്ത് നബിയുടെ ആ സ്വഭാവത്തിന്റെ ഉന്നതമായ ഹൃദയത്തിന്റെ ആ വിശാലതയിൽ അവർ പോലും അത്ഭുത സ്തബ്ധരായിക്കൊണ്ട് അവർ പോലും വല്ലാത്ത അത്ഭുതപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഓരോ ചരിത്രങ്ങളും സൂചിപ്പിക്കുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകിയപ്പോൾ ആ നുബുവത്തിന്റെ ഭാരങ്ങൾ അത് ലോലമായി പോയി. അവരൊക്കെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആളുകളായി തീർന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ ഒരു പ്രയാസം നീങ്ങിക്കിട്ടി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ നാം അങ്ങയുടെ ഭാരത്തെ നാം ഇറക്കി വച്ച് തരികയും ചെയ്തില്ലയോ? അങ്ങയുടെ മുതുകിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു, ഒടിച്ചു കളഞ്ഞിരുന്നു ആ ഭാരം. അങ്ങനെയുള്ളതായ ഭാരമായിരുന്നു, അതിനെ നാം ഇറക്കി വച്ച് തന്നില്ലയോ യാ റസൂലല്ലാഹ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ആയത്തിന് ഇങ്ങനെ ഒരു വിശദീകരണവുമുണ്ട്. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹം, ആ സമൂഹം എന്ത് എന്ന് അറിയാവുന്നതാണല്ലോ. യഥാർത്ഥ വഴി അറിയാത്തതായ, എങ്ങനെ ജീവിക്കണമെന്നറിയാത്തതായ സമുദായമായിരുന്നു അവരുടെ സമുദായം. അതുകൊണ്ട് തന്നെ തന്റെ ഈ സമൂഹം, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന സൃഷ്ടാവിനെ കുറിച്ച് അറിയാതെ ഒരുപാട് ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ട് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, ഇല്ലായ്മകളും അനാചാരങ്ങളും വൈകൃതങ്ങളും ലൈംഗികതയുമായിട്ട് ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പലപ്പോഴും പലവട്ടം അവിടുന്ന് കണ്ണീരൊഴിക്കാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന് ഇത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരുണ്ടതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണല്ലോ എന്നോർത്തുകൊണ്ട് പലപ്പോഴും അവിടുന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കരയുന്ന ലോകത്തിന്റെ തിരുനായകർ. ഇത് മുത്തുനബിയുടെ മുതുകിൽ വലിയ ഭാരമായിരുന്നു, വലിയ പ്രയാസമായിരുന്നു. ആ പ്രയാസത്തിന്റെ ആ ഒരു വഴിയിലൂടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കേണ്ടി വന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെയുള്ളതായ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നു, വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ വക്താക്കളാകുന്നു ബഹുഭൂരിപക്ഷം ആളുകളും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഒരു ഭാരത്തെ അള്ളാഹു ഇറക്കി വെച്ചു കൊടുത്തു. കാരണം തന്റെ സമൂഹം, തന്റെ സമുദായം അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നു. അതോടുകൂടെ താൻ ഇത്രനാൾ എന്തിനു വേണ്ടിയായിരുന്നു കണ്ണുനീരൊഴുക്കിയിരുന്നത്, താൻ ഇത്രനാൾ എന്തിനു വേണ്ടിയായിരുന്നു പ്രയാസപ്പെട്ടിരുന്നത്, തന്റെ സമുദായത്തെ ഓർത്തുകൊണ്ടായിരുന്നു, ഈ അധർമ്മങ്ങളിലൂടെ സഞ്ചരിച്ച സമുദായത്തെ ഓർത്തുകൊണ്ടായിരുന്നു. ആ സമുദായം നേരായ പാതയിലേക്ക് വന്നിരിക്കുന്നു. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നു. അതുകൊണ്ട് വലിയ ആ ഒരു ഭാരം, താൻ ഇത്രനാൾ തന്റെ മുതുകിൽ ചുമന്നിരുന്ന ആ വലിയൊരു ഭാരവും ആ വലിയൊരു പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുത്തിരിക്കുന്നു. ഇതാണ് എന്റെ പ്രിയമുള്ളവരെ ഈ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ആയത്ത് നമുക്ക് അതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണല്ലോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ലോകത്ത് 1,00,000 വരുന്ന 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർ. ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടിട്ടുണ്ട് എങ്കിൽ ലോകത്തിന്റെ തിരുനായകർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണല്ലോ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രവാചകന്മാരെ പോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നത് എവിടെയൊക്കെ സ്മരിക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ പേരുകൾ എവിടെയൊക്കെ ഉയർന്ന് കേൾക്കുന്നുണ്ടോ, അവിടെയൊക്കെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉയർന്നു തന്നെ കേൾക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്. അതാണ് അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, വറഫഅനാ ലക ദിക്റക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വറഫഅന, നാം നബിയെ ഉയർത്തിയിരിക്കുന്നു, ലക അങ്ങേക്ക്, ദിക്റക, ദിക്റക, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തി തന്നിരിക്കുന്നു. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയത്? എങ്ങനെയാണ്? ബിഅൻ തദക്കറ മഅ ദിക്രി ഫിൽ അദാൻ. നമുക്കറിയാം ഈ ലോകത്തുള്ള ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏതൊക്കെ നാടുകളിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നുണ്ട്, അവിടെയൊക്കെ പള്ളികളുണ്ട്. ആ പള്ളിയുടെ മിനാരങ്ങളിലൂടെ 5 വക്ത നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ആ ഒരു ബാങ്കുലിയുടെ നാദം ഉയർന്നു കേൾക്കപ്പെടുമ്പോൾ അതിൽ പറയപ്പെടുന്ന പേര് അള്ളാഹുവിന്റെ പേര് കഴിഞ്ഞാൽ പിന്നീട് പറയപ്പെടുന്ന പേര് ആരുടെ പേരാണ്? അത് നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റവും വലിയ രാജകുമാരനെ പോലെ കൊണ്ടു നടക്കുന്ന ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണല്ലോ. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, നബിയേ അങ്ങയുടെ സ്മരണയെ, അങ്ങയുടെ പേരിനെ നാം എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉയർത്തി കേൾപ്പിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ വൽ ഇഖാമത്തി, നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഇഖാമത്ത് കൊടുക്കാറുണ്ട്, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കാറുണ്ട്. ആ ഇഖാമത്തിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ കൊണ്ടുവരേണ്ട, ഇല്ലാഞ്ഞാൽ, കൊണ്ടുവരാതിരുന്നാൽ അവിടെ ഇഖാമത്ത് പരിപൂർണമല്ല, ബാങ്ക് പരിപൂർണമല്ല. അതുപോലെ തന്നെ വത്തശഹുദ്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അത്തഹിയ്യാത്ത് ഓതാറുണ്ട്. ആ അത്തഹിയ്യാത്ത് പരിപൂർണമാവണമെങ്കിൽ ലോകത്തിന്റെ തിരുനായകരുടെ പേര് നാം ഉച്ചരിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഖുത്ബ നിർവഹിക്കാറുണ്ട്. ആ ഖുത്ബയിലും ലോകത്തിന്റെ തിരുനായകരുടെ പേരിനെ കൊണ്ടുവരണം. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകരുടെ പേരിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അതിന്റെ സ്മരണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയുണ്ടായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക, നബിയേ അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തി തരുകയും ചെയ്തില്ലയോ, അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്തു ശറഹ്, ഈ സൂറത്തു ശറഹ് നമ്മൾ പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയ വിശാലത നൽകി. ആ ഒരു ഹൃദയ വിശാലത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം എന്നതാണ് പറയാനുള്ളത്. രണ്ടാമത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് മുതുകിനെ ഒടിച്ചു കളയുമാർ ഉള്ളതായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇത് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൽകിയിട്ടുള്ളതായ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇത് മുത്തുനബിക്ക് മാത്രമല്ല ലോകത്തുള്ള നാം അടക്കം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ.
ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്ന, ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ പഠിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെയൊക്കെ മിസ്ല സവാബിനെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹളറാത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്ത് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا عليك توكلنا وإليك نبنا وإليك المصير. آمين آمين برحمتك يا أرحم الراحمين.